പ്രതീക്ഷകൾ ഭാരമാകുമ്പോൾ എങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ ഒഴിവാക്കാം? നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്ത് നിങ്ങളുടെ പിറന്നാൾ ഓർക്കാതിരുന്നപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു ജോലിക്ക് അംഗീകാരം കിട്ടാതെ വന്നപ്പോൾ നിരാശ തോന്നിയിട്ടുണ്ടോ? ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുകയും അത് നടക്കാതെ വരുമ്പോൾ തകർന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥ, ഇതാണ് ഓവർ എക്സ്പെക്ടേഷൻ അഥവാ അമിത പ്രതീക്ഷ. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒന്നാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു? ഇതിൽ നിന്ന് എങ്ങനെ പുറത്തുവരാം? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്താണ് ഓവർ എക്സ്പെക്ടേഷൻ? ലളിതമായി പറഞ്ഞാൽ, ഒരു വ്യക്തിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ യാഥാർത്ഥ്യബോധമില്ലാതെ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനെയാണ് ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലായും സംഭവിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരിൽ നിന്നാണ്. പങ്കാളി, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, സഹപ്രവർത്തകർ. നമ്മൾ അവരെ എങ്ങനെ കാണുന്നുവോ അതുപോലെ അവർ നമ്മളെയും കാണണം. നമ്മൾ ചിന്തിക്കുന്നതുപോലെ അവർ ചിന്തിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തിക്കണം എന്നൊക്കെ വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഞാൻ വിളിക്കുമ്പോഴെല്ലാം എന്റെ പങ്കാളി ഫോൺ എടുക്കണം. എന്റെ എല്ലാ വിഷമങ്ങളും എന്റെ സുഹൃത്ത് ഒറ്റയടിക്ക് മനസ്സിലാക്കണം. ഓഫീസിൽ എന്റെ കഠിനാധ്വാനം മാനേജർ എപ്പോഴും കാണുകയും അഭിനന്ദിക്കുകയും വേണം. എന്തുകൊണ്ട് നമ്മൾ അമിതമായി പ്രതീക്ഷിക്കുന്നു? ഇതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ അപകർഷതാബോധം കൊണ്ടാകാം. മറ്റുള്ളവരുടെ അംഗീകാരത്തിലൂടെ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഇതിലൊന്നാണ്. സിനിമകളും സോഷ്യൽ മീഡിയയും സൃഷ്ടിക്കുന്ന പെർഫെക്റ്റ് ജീവിതങ്ങൾ കണ്ട് നമ്മളും അത്തരമൊരു ലോകം സ്വപ്നം കാണും. എന്റെ ജീവിതത്തിലും എല്ലാം ഇതുപോലെയാവണം എന്ന് ചിന്തിക്കും. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് തിരികെയും പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് അത് ഭാരമായി മാറുന്നത്.